Good evening to all. ഇന്നത്തെ ക്ലാസ് +1 ചാപ്റ്റർ ഫസ്റ്റായ സെറ്റ്സ് എന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിളായ ചാപ്റ്ററാണ് സെറ്റ്സ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എന്താണ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഫോർ എക്സാമ്പിൾ, എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇങ്ങനെ എഴുതാം, 1 2 3 എക്സെട്ര, അല്ലേ? ഇതിൻ്റെ സെറ്റ് എന്ന് പറയാം. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് -1 0 1 2 3 എക്സെട്ര, ഇതാണ് ഇതിനെ സെറ്റ് എന്ന് പറയാം. അതായത് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇനി സെറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ N കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ Z കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റിനെ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി സെറ്റിലെ ഓരോ എലിമെൻറ്റ്സ്, ഈ സെറ്റിലെ ഇപ്പോൾ ഈ N എന്ന് പറയുന്ന സെറ്റിലെ 1 2 3 ഇതിനെ എന്താ പറയുക? എലിമെൻറ്റ്സ് എന്ന് പറയാം. ഇതിനെ എലിമെൻറ്റ്സ് എന്ന് പറയാം. ഇനി സെറ്റിനകത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ A എന്ന് പറയുന്ന സെറ്റാണ്. ഇപ്പോൾ ABC എക്സെട്ര ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് ഈ സെറ്റിനകത്ത് കിടക്കുന്നത്. അപ്പോൾ സെറ്റിനകത്ത് സ്മോൾ ലെറ്റർ ഉപയോഗിക്കുക. സ്മോൾ ലെറ്റർ സെറ്റിലെ എലിമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ കൊണ്ടും സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഇനി സെറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. സെറ്റിനെ രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെയൊക്കെ നോക്കാം? റോസ്റ്റർ ഓർ ടാബുലർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിൽ എങ്ങനെയാണ് എലിമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ വൊവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ V is equal to A E I O U, സെറ്റ് ഓഫ് ഓൾ വൊവൽസ്. ഈ റോസ്റ്റർ ഓർ ടാബുലർ ഫോമിൽ എങ്ങനെ എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത്? എലിമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ് എൻക്ലോസ്ഡ് ഇൻ ബ്രേസസ്. എലിമെന്റ്സിനെ എന്ത് ചെയ്യുക? കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ബ്രേസസിനകത്ത് എഴുതുക. ഇതാണ് എന്തൊന്ന്? റോസ്റ്റർ ഓർ ടാബുലർ ഫോം. എന്നാൽ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? B equal to X such that X is a vowel in English alphabet. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ മനസ്സിലായോ? റോസ്റ്റർ ഓർ ടാബുലർ ഫോമിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ദ എലിമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഈ കോളംസ് സച്ച് ദാറ്റ് എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. മനസ്സിലായല്ലോ? ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ x² + x - 2 = 0 ഇൻ റോസ്റ്റർ ഫോം. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് എന്ത് എഴുതണം? റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? x² + x - 2 = ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് എഴുതുമ്പോൾ എങ്ങനെ വരും? x - 1 × x + 2 എന്ന് കിട്ടും. ഓക്കെ, = 0 കയറ്റി ചെയ്യുന്നു. അപ്പോൾ x - 1 = 0, x = 1, x + 2 = 0, x = -2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂസ് 1 -2 എന്ന് കിട്ടി. ഇനി ഇതിനെ എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിലോട്ട് എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? റോസ്റ്റർ ഫോം ഇങ്ങനെ എഴുതാം, 1 - 2. ഇങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എലിമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ദ സെറ്റ് A is equal to 1 4 9 16 25 in set builder form. ഈ സെറ്റ് എങ്ങനെയാണ്? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സെറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ, അല്ലേ? 1 × സ്ക്വയർ, 2 × സ്ക്വയർ, 3 × സ്ക്വയർ,
4 5 ഇങ്ങനെ അതിൻ്റെ സ്ക്വയേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? ഇങ്ങനെ എഴുതാം: A is equal to set of all x such that x is the square of natural number. മനസ്സിലായോ? x such that x is a square of natural number. ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ. ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതാം: a equal to x such that x is equal to n square, where n belongs to n. ഇങ്ങനെ എഴുതാം മറ്റൊരു രീതിയിൽ. ഓർ മനസ്സിലായോ? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത് എന്താണ്? a is equal to x such that x is a square of a natural number. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? x equal to x such that x equal to n square, where n belongs to n. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എം ടി സെറ്റ്. എന്താണ് എം ടി സെറ്റ്? എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റിനകത്ത് എലിമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ എന്ത് പറയാം? എം ടി സെറ്റ് എന്ന് പറയാം. എ സെറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലിമെൻറ്റ്സ് ഈസ് കോൾഡ് എം ടി സെറ്റ്. അതായത് സെറ്റിനകത്ത് എലിമെൻറ്റ്സ് ഒന്നും കാണില്ല. എം ടി സെറ്റിന് നമുക്ക് ഒരു എക്സാമ്പിൾ: എ ഈക്വൽ ടു x such that x square equal to 4, x is odd. അതായത് ഇതെന്താണ്? എം ടി സെറ്റ് ആണ്. അതായത് എക്സ് ഓഡ്. ഇവിടെ എന്താണ്? എക്സിന് നമുക്ക് എടുക്കുന്ന വാല്യൂസ് ഓഡാണ്. അതിൻ്റെ സ്ക്വയർ ഒരിക്കലും എന്താവില്ല? 4 ആവില്ല. ഇത് ഒരിക്കലും സാറ്റിസ്ഫൈ ആകുന്നില്ല. അപ്പം ഇതെന്താണ്? എം ടി സെറ്റ് എന്ന് പറയാം. ഇനി എം ടി സെറ്റ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എം ടി സെറ്റ് എം ടി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്, ഇങ്ങനെ പല പേരുകളിൽ എം ടി സെറ്റ് അറിയപ്പെടുന്നു. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഒരു സെറ്റിനകത്ത് എലിമെൻറ്റ്സ് ഒന്നുമില്ല. എ സെറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലിമെൻറ്റ്സ് ഈസ് കോൾഡ് എം ടി സെറ്റ്. ഇനി എം ടി സെറ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓർ ഇതാണ് എം ടി സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് രീതികൾ. ഇങ്ങനെ എം ടി സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി അടുത്ത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണ് നോക്കാം. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. എന്താണ് ഫൈനൈറ്റ് സെറ്റ്? എ സെറ്റ് ഇസ് കണ്ടെയ്ൻ എംപ്റ്റി ഓർ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. ഇതിനെ എന്ന് പറയാം? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ എംപ്റ്റി ഓർ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. സെറ്റിനകത്ത് എം ടി സെറ്റും വരാം, ഡെഫിനിറ്റ് നമ്പർ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? അപ്പോൾ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഇൻഫിനിറ്റ്ലി മെനി എലിമെൻറ്റ്സ്, അല്ലേ? എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണെങ്കിൽ അതിനെ പറയാം ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പം മനസ്സിലായി കാണും. ഫൈനൈറ്റ് നമ്പർ അല്ലെങ്കിൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം? ഫൈനൈറ്റ് സെറ്റ് എന്ന്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് വരെയാണ് എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൈറ്റ് സെറ്റ്. എം ടി സെറ്റ് എപ്പോഴും എന്താണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് W be the set of the days of the week. ഇതെന്താണ്? ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? ഒരു വീക്കിലെ ഡേയ്സ്, അല്ലേ? ഇതെന്താണ്? ഡെഫിനിറ്റ് ആണ് അല്ലെങ്കിൽ ഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇതിന് എന്ത് പറയാം? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഫൈനൈറ്റ് സെറ്റ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. ലെറ്റ് G be the set of points on a line. ഒരു ലൈനിനകത്ത് ഒരു പോയിന്റ് ആണോ? അല്ല, ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് കാണും. അപ്പൊ ഇതെന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് മനസ്സിലായി കാണും. ഫൈനൈറ്റ് നമ്പർ അല്ലെങ്കിൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് പറയാം? ഫൈനൈറ്റ് സെറ്റ് എന്ന്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് എന്ത് പറയാം? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഇനി എന്താണ് ഈക്വൽ സെറ്റ്സ്? ഒരു എക്സാമ്പിൾ നോക്കിക്കേ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 4. ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റ് 3 1 4 2. ഇതിലെ എലിമെന്റ്സ് നോക്കിക്കേ. ഇത് രണ്ടിലും എന്താണ്? സെയിം എലിമെന്റ്സ് ആണ്, അല്ലേ? 1 2 3 4. ഇത് ഓർഡർ മാറി കിടക്കുന്നതേ ഉള്ളൂ. എയിലെയും ബിയിലെയും എലിമെന്റ്സ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇതിന് എന്താ പറയാ? ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം.
A is equal to B. അതായത് രണ്ട് സെറ്റ് തന്നിരുന്നാൽ എലിമെന്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെ എന്ത് പറയാം? ഈക്വൽ സെറ്റ്. അതിന്റെ ഓർഡർ നോക്കണമെന്നില്ല, എലിമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം, എന്നാൽ അതിനെ എന്ത് പറയാം? ഈക്വൽ സെറ്റ്. എലിമെന്റ്സ് ഈക്വൽ അല്ലെങ്കിൽ അതിനെ എന്ത് പറയാം? അൺഈക്വൽ സെറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 4, ബി 5 6 7 8. ഇതിനെ എന്ത് പറയാം? എയിലെയും ബിയിലെ എലിമെന്റ്സ് എന്തല്ല? ഈക്വൽ അല്ല. സോ ദീസ് സെറ്റ് ആർ അൺഈക്വൽ. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ നോട്ട് ഈക്വൽ ടു ബി. മനസ്സിലായല്ലോ? അപ്പൊ ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലെ എലിമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഓർഡർ വ്യത്യാസമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, എലിമെന്റ്സ് ഈക്വൽ ആയിരിക്കുക. അൺഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എലിമെന്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് സബ്സെറ്റ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് സബ്സെറ്റ്? ഓക്കെ, എ സെറ്റ് A is said to be a subset of a set B. A എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ if every element of A is also an element of B. എയിലെ എല്ലാ എലിമെന്റ്സും എന്തായിരിക്കണം? ബിയിലെ എലിമെന്റ്സ് ആയിരിക്കണം. ഒന്നുകൂടി നോക്കിക്കേ, a set A is said to be a subset of a set B if every element of A is also an element of B. സബ്സെറ്റ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ബിലോങ്സ് ടു, അതായത് എ എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു എലിമെന്റ് ആണ് സ്മോൾ ലെറ്റർ എ എങ്കിൽ എ ബിലോങ്സ് ടു എ ആയിരിക്കും. അതുപോലെ എന്താണ്? എ ബിലോങ്സ് ടു ബി ആയിരിക്കും. അതായത് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എ ബി രണ്ട് സെറ്റ് ആണെങ്കിൽ എയിലെ എല്ലാ എലിമെന്റ്സും എന്താണ്? ബിയിലുണ്ടാവണം, എന്നാലേ അതിനെ സബ്സെറ്റ് എന്ന് പറയാം. ഇനി ഒരു എക്സാമ്പിൾ നോക്കിയേ, let A is equal to 1 3 5 and B equal to x such that x is an odd number less than 6. ഇത് സബ്സെറ്റ് ആണോ? എയിലെ എലിമെന്റ്സ് നമുക്കറിയാം 1 3 5. ബിയിൽ പറഞ്ഞിരിക്കുന്നതാണ് 6നെ കാട്ടിയും ലെസ് ദാൻ ആയ ഓഡ് നമ്പേഴ്സ്. അപ്പൊ നോക്കിയേ, എയിലെ എല്ലാ എലിമെന്റ്സും ബിക്കകത്തുണ്ടല്ലോ. അപ്പൊ എന്താണ്? എ ഇതിന്റെ സബ്സെറ്റ് ആണ്. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഈ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? തിരിച്ചും പറയുന്നതാണ്, ബി ഇസ് സബ്സെറ്റ് ഓഫ് എ എന്നും പറയാം ഈ എക്സാമ്പിളിൽ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ലെറ്റ് എ ഈക്വൽ ടു എ ഇ ഐ ഒ യു, വവൽസ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? എ ബി സി ഡി. എ ബിയുടെ സബ്സെറ്റ് ആണോ? എയിലെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ടോ? ഇല്ല, അല്ലെ? എയിലെ എല്ലാ എലിമെന്റ്സും ബിയിൽ ഇല്ല. അതുകൊണ്ട് എന്താ പറയാം? എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇനി തിരിച്ചു നോക്കിയേ, ബിയുടെ എല്ലാ എലിമെന്റ്സും എയിലുണ്ടോ? ഇല്ല, ബിയുടെ എല്ലാ എലിമെന്റ്സും എയിലില്ല. അപ്പൊ എന്താണ്? ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയും. അപ്പൊ സബ്സെറ്റ് എന്താണെന്ന് മനസ്സിലായോ? എ ബി രണ്ട് സെറ്റ് ആണെങ്കിൽ എയിലെ എല്ലാ എലിമെന്റ്സും എന്ത് ചെയ്യണം? ബിയിൽ ഉണ്ടായിരിക്കണം, എന്നാൽ അതിനെ എന്ത് പറയാം? എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇനി സബ്സെറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്, നോക്കിക്കോളൂ. എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ. അതായത് ഈ സബ്സെറ്റിന്റെ സിമ്പിൾ ആണ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എന്ത് പറയാം? എ ഈക്വൽ ടു ബി എന്ന് പറയാം. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടു, എ ഈക്വൽ ടു ബി എന്ന് പറയാം. ഇനി എ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. എ എന്ന് പറഞ്ഞ സെറ്റ് അതിന്റെ തന്നെ എന്താണ്? സബ്സെറ്റ് ആണ്. ദാറ്റ് ഈസ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ. എന്ന് പറയുന്ന സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ഇനി നൾ സെറ്റ് അഥവാ ഫൈവ്, ഇത് എന്താണ്? നൾ സെറ്റ് ആണ്, നമ്മൾ പഠിച്ചു. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് നൾ സെറ്റ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ then എ ഈക്വൽ ടു ബി എന്ന് പറയാം. മറ്റൊരു കാര്യം എന്താണ്? എ എന്ന് പറയാം, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇനി രണ്ട് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. ലെറ്റ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. ഓക്കെ, ലെറ്റ് എ ആൻഡ് ബി be two sets. Let A and B be two sets. If A is a subset of B and A not equal to B, A is a subset of B and A not equal to B, then
A is called a proper subset of B. A is called a proper subset of B, and B is called a superset of A. B is called a superset of A. ശ്രദ്ധിച്ചേ, നമ്മൾ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് A and B be two sets. If A is a subset of B and A not equal to B, then A is called a proper subset of B and B is called a superset of A. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സാമ്പിൾ, A is equal to 1, 2, 3 and B is equal to 1, 2, 3, 4, 5. Okay. നോക്കിയേ, എയിലെ എല്ലാ എലിമെന്റ്സും എന്തൊന്നിലുണ്ട്? ബിക്കകത്തുണ്ട്. അപ്പൊ എന്താണ്? എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി എയും ബി ഈക്വൽ ആണോ? അല്ല, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. സോ എ ഇസ് കാൾഡ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. എ എന്താണ്? ബിയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഇനി ബി എന്ന് പറയാം, ബി ഇസ് കാൾഡ് എ സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ നോക്കിയേ, ഇവിടെ എ ലെറ്റ് സെറ്റ് എക്കകത്ത് 1, 2, 3 എലിമെന്റ്സ് ആണ്. ബിക്കകത്ത് എന്താണ്? 1, 2, 3, 4, 5 എലിമെന്റ്സ് ആണ്. എയിലെ എല്ലാ എലിമെന്റ്സും ഒന്നും ബിക്കകത്തുണ്ട്. അപ്പൊ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ ബി ഈക്വൽ ആണോ? അല്ല, എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ എ എന്ന് പറയാം ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അതുപോലെ ബി ഇസ് കാൾഡ് എ സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയാം. ഇനി മറ്റൊരു സെറ്റ്, ഒരു സെറ്റിനകത്ത് ഒരു എലിമെന്റേ ഉള്ളൂ, ഓൺലി 1 എലിമെന്റേ ഉള്ളൂ. അതിനെ എന്ത് പറയാം? സിംഗിൾട്ടൺ സെറ്റ്. എ സെറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 എലിമെന്റ്സ് ഈസ് കോൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതാണ് എന്തോന്ന്? സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ സെറ്റ് എ ഹാസ് ഓൺലി 1 എലിമെന്റ് ഈസ് കാൾഡ് സിംഗിൾട്ടൺ സെറ്റ്. എന്താണ്? സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? എ സെറ്റ് എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിച്ചു. ഏതൊക്കെ സെറ്റ്സ് ആണ് പഠിച്ചത്? എം ടി സെറ്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എം ടി സെറ്റ് എന്താണ്? എ സെറ്റ് ഹാസ് സെറ്റ് വിച്ച് കണ്ടെയ്ൻ വിച്ച് കണ്ടെയ്ൻ നോ എലിമെന്റ്സ്. അതായത് ഒരു സെറ്റിനകത്ത് എലിമെന്റ്സ് ഒന്നുമില്ല എങ്കിൽ അതിനെ എന്ത് പറയാം? എം ടി സെറ്റ് എന്ന് പറയാം. മറ്റു സെറ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഈക്വൽ സെറ്റ്. അതായത് ഒരു സെറ്റ് 2 സെറ്റ് തന്നിരുന്നാൽ അതിൻ്റെ എലിമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. പിന്നെ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് അഥവാ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ്? ഫൈനൈറ്റ് സെറ്റ് എന്നും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്നൊക്കെ പഠിച്ചു. ഇതെന്താണ്? സിംഗിൾട്ടൺ. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 എലിമെന്റ്സ് ആണ് ഈ സിംഗിൾട്ടൺ സെറ്റ്. പിന്നെ സബ്സെറ്റ് പഠിച്ചു. സബ്സെറ്റ് എന്താണ്? എ ഇസ് സബ്സെറ്റ് ബി എന്നാണ്. എയിലെ എല്ലാ എലിമെന്റ്സും എന്താണ്? ബിയിൽ കണ്ടെയ്ൻ ചെയ്യണം. അതിനെയാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്.